Hello students, welcome to Max class. SSLC മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസിൻ്റെ ആറാമത്തെ പാർട്ടിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. ആദ്യത്തെ 5 പാർട്ടും കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലൂടെയോ ഇൻസ്റ്റ ID-യിലൂടെയോ ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള എല്ലാ ലെസൺസും മനസ്സിലാക്കാനും പഠിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ 3 ക്ലാസ്സുകളായി നമ്മൾ പഠിച്ച തിയറിയുടെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓൾ ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 പിക്ചേഴ്സും. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇപ്പോൾ അതിന് വേണ്ടി ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ OBC-യും ഈ 2 ട്രയാങ്കിൾസിലെ ആംഗിൾസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ OA എന്നത് ജോയിൻ ചെയ്യാം. അപ്പോൾ OA ജോയിൻ ചെയ്തു. ഇനി ഈ ട്രയാങ്കിൾ OAB ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ആ ട്രയാങ്കിളിൽ OBയും OAയും സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഈ 2 സർക്കിളിൻ്റെ റേഡിയസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അതായത് ആംഗിൾ ABO ഈ ഒരു ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും 20 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം ഈ OBയും OAയും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഏത് ആംഗിളാണോ ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ OAB ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ മാർക്ക് ചെയ്യാം നമുക്ക് ഇവിടെ 20 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കാം, ട്രയാങ്കിൾ OAC ഈ ഒരു ട്രയാങ്കിൾ. ഇതിൽ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിൽ OCയും OAയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളും ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് അടുത്ത ആംഗിൾ കിട്ടി. ആംഗിൾ OAC ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി അപ്പോൾ ആംഗിൾ CAB ഈ ഒരു ആംഗിൾ എത്ര കിട്ടി? 20യും 30യും ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് ആംഗിൾ BAC ഈക്വൽ ടു 20 + 30 ഈക്വൽ ടു 50 ഡിഗ്രി കിട്ടി. ഇനി അപ്പോൾ ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഈ ഒരു BC എന്ന കോഡിൻ്റെ 2 എൻഡ്സും ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് ജോയിൻ ചെയ്ത ആംഗിളാണ് ഈ ഒരു ആംഗിൾ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ BC എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൽ ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന ആംഗിളാണ് ഈ ഒരു ആംഗിൾ അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു ആംഗിൾ, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടുത്തെ ഈ ആംഗിൾ അല്ലേ. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇവിടെ ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്ത ആംഗിൾ കിട്ടി. ആംഗിൾ BOC ഈ ഒരു ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി. ഇനി ഈ 2 ആംഗിൾസ് കൂടെ കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ OBC ഈ ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ഇതിൽ OBയും OCയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളും ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഇവിടെ ഏത് ആംഗിളാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി 100 ഡിഗ്രി കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആംഗിൾസ് ആയിരിക്കും? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിൻ്റെയും സമ്മ എന്ന് പറയുന്നത് 180 ആണ് അല്ലേ. അപ്പം നമുക്ക് എഴുതാം ആംഗിൾ OBC പ്ലസ് ആംഗിൾ OCB. അപ്പോൾ ഈ 2 ആംഗിൾസിൻ്റെയും സമ്മ എന്ന് പറയുന്നത് ഈ 180ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 180ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ ഈ 2 ആംഗിൾസിൻ്റെയും സമ്മ കിട്ടും. അപ്പോൾ 180 മൈനസ് 100 എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ്. ഈ 2 ആംഗിൾസിൻ്റെ സമ്മ് 80 ഡിഗ്രിയാണ്.
അപ്പോൾ ഒരു ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി എന്ന് കിട്ടി, ഇവിടെയും 40 ഡിഗ്രി, ടോട്ടൽ 180 ആയില്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 40 ഡിഗ്രി എന്നും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. ട്രയാങ്കിൾ എ ബി സി, ഈ ട്രയാങ്കിളിൽ ആംഗിൾ എ 50 ഡിഗ്രി കിട്ടി, ആംഗിൾ ബി 40 + 20 60 ഡിഗ്രി, ആംഗിൾ സി 40 + 30 70 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ ഒ ബി സിയിലെ എല്ലാ ആംഗിൾസും കിട്ടി. ആംഗിൾ ബി ഒ സി 100 ഡിഗ്രി, ആംഗിൾ ഒ ബി സി 40 ഡിഗ്രി, ആംഗിൾ ഒ സി ബി 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സർക്കിൾ നോക്കാം. ഈ സർക്കിളിൽ ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളിലെയും ഒ ബി സി എന്ന ട്രയാങ്കിളിലെയും ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആംഗിൾ എ ഒ സി 40 ഡിഗ്രി തന്നിട്ടുണ്ട്, അതോടൊപ്പം ബി ഒ സി 70 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ നോക്കാം. അതായത് എ സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് ഈ 40 ഡിഗ്രി അല്ലേ. ഇനി അതേപോലെ തന്നെ ഈ എ സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിലെ ഒരു പോയിൻ്റായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് ഈ ഒരു ആംഗിൾ അല്ലേ. ഒന്നുകൂടെ പറയാം. ഈ എ സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് 40 ഡിഗ്രി. അതേപോലെ തന്നെ എ സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൽ ഒരു പോയിൻ്റായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് ഈ ആംഗിൾ എ ബി സി. അപ്പോൾ ഇവിടെ ഏത് ആംഗിളാണോ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പം ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ബി സി ഈക്വൽ ടു 20 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ബി ഒ സി എന്ന ആംഗിൾ, നമുക്ക് ഈ ഒരു ബി സി എന്ന കോഡ് എടുക്കാം. അപ്പോൾ ബി സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത ആംഗിളാണ് 70 ഡിഗ്രി അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ബി സി എന്ന കോഡിൻ്റെ 2 എൻഡ്സും സർക്കിളിൽ ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ബി എന്നത് സർക്കിളിൽ ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്ത് ഇവിടെ, അതേപോലെ തന്നെ സി എന്ന പോയിൻ്റ് സർക്കിളിൽ ഒരു പോയിൻ്റ് എ എന്ന പോയിൻ്റായിട്ട് ജോയിൻ ചെയ്തത് ഇവിടെ. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇവിടെ. അപ്പം ബി സി എന്ന കോഡ് ഇതിൽ ബി എന്ന പോയിന്റ് സർക്കിളിലെ സെൻറ്ററായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ സി എന്ന പോയിന്റ് സർക്കിളിലെ സെൻറ്റർ ഇവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ മേക്ക് ചെയ്ത ആംഗിൾ 70 ഡിഗ്രി. അതേപോലെ തന്നെ ബി സർക്കിളിലെ ഒരു പോയിൻ്റായ എയിലും അതേപോലെ തന്നെ സി സർക്കിളിലെ പോയിൻ്റായ ഈ എയിലും ജോയിൻ ചെയ്ത് മേക്ക് ചെയ്ത ആംഗിളാണ് ഇത്. അപ്പോൾ ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് അല്ലേ. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഹാഫ് 35 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ബി എ സി ഈക്വൽ ടു 35 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടെ ആംഗിൾ എ ഒ ബി 40 + 70 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 40 + 70 ഈക്വൽ ടു 110 ഡിഗ്രി എന്ന് കിട്ടി. ഈ ഒരു ആംഗിൾ, ഈ ഒരു മൊത്തം ആംഗിൾ 40 + 70 110 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഈ ഒരു സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ടോട്ടൽ 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ് എടുത്തിട്ട് 180ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ സി ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇവിടെ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മേക്ക് ചെയ്തത് c/2 ആയിരിക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 - c/2 ആയിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 110 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 180 - 110/2 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 - 110 ഡിവൈഡഡ് ബൈ 2. 180 - 55 125 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ 125 ഡിഗ്രി എന്ന് കിട്ടി.
ഇനി ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ട്രയാങ്കിൾ ഒ ബി സിയിലെ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ആംഗിൾ അറിയാം. ഇനി അതേപോലെ ഇവിടെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് ടോട്ടൽ ബി ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ ഈ ഒരു ആംഗിളും കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇവിടെ എ സി ബി എന്ന ആംഗിൾ 125 ഡിഗ്രി എന്ന് കിട്ടി. പക്ഷേ ആംഗിൾ ഒ സി ബി, അതായത് ഈ ഒരു ആംഗിൾ മാത്രം എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. ഇതിൽ ഒ ബി റേഡിയസ് ആണ്, അതേപോലെ തന്നെ ഒ സിയും റേഡിയസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സി എന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഈ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 70 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 180യിൽ നിന്ന് ആദ്യം 70 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളുടെയും സമ്മായിരിക്കും അല്ലേ? നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി അല്ലേ? അപ്പോൾ ഓരോന്നും എത്രയായിരിക്കും? ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 110, 110ൻ്റെ ഹാഫ് അല്ലേ? ഓരോ ആംഗിൾസും, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂട്ടിയപ്പോൾ 110 ആണ് കിട്ടിയത്. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ്, അതായത് 55 ഡിഗ്രി. അപ്പം നമുക്ക് എഴുതാം, ഇവിടെ 20 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ ഈ ഒരു ആംഗിൾ മൊത്തം 55 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 35 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 55 ഡിഗ്രി വരുന്നത്. ഇനി ഇവിടെ മാത്രം 55 ഡിഗ്രിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ട്രയാങ്കിൾ എ ബി സി, ഈ ട്രയാങ്കിളിലെ ഓരോ ആംഗിൾസും, ഈ ഒരു ആംഗിൾ ബി എ സി, ഈ ആംഗിൾ 35 ഡിഗ്രി, ആംഗിൾ സി 125 ഡിഗ്രി, ആംഗിൾ എ ബി സി 20 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാണെന്ന് പറയുന്നത്? ട്രയാങ്കിൾ ഒ ബി സി. അപ്പം ഈ ഒരു ട്രയാങ്കിളിലെ ആംഗിൾ സി ഒ ബി അല്ലെങ്കിൽ ബി ഒ സി 70 ഡിഗ്രി, അടുത്ത് ഒ ബി സി, ആംഗിൾ ഒ ബി സി 35 പ്ലസ് 20, അതായത് 55 ഡിഗ്രി. ഇനി ആംഗിൾ ഒ സി ബി 55 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസും 55 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The numbers 1, 4, 8 on a clock's face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock's face? ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പിക്ചർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിൾ മാത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് 1ഉം 4ഉം 8ഉമായിട്ട് ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്തു. ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസും സർക്കിളിൻ്റെ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസും ജോയിൻ ചെയ്തു. ഇനി ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം, എ ബി സി. ഇനി ഈ സെൻറ്ററിന് ഒ എന്നും പേര് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ? അതായത് ഈ ടോട്ടൽ ഈ സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1ഉം 2ഉം തമ്മിൽ ഈ സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 12 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ടോട്ടൽ 360 ഡിഗ്രിയാണ്. അപ്പം 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12, അപ്പോൾ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 30 ഡിഗ്രിയാണ് അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇപ്പോൾ ഇവിടെ 1ഉം 2ഉം അല്ലെങ്കിൽ 2ഉം 3ഉം 3, 4 അങ്ങനെ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? ടോട്ടൽ 360 ഡിഗ്രിയാണ് അല്ലേ? സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ 12 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 360/12 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1ഉം 4ഉം തമ്മിലാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 1ഉം 4ഉം സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പോൾ നമുക്കറിയാം 1ഉം 2ഉം തമ്മിൽ 30 ഡിഗ്രിയാണ്. 2ഉം 3ഉം തമ്മിൽ അഗെയിൻ 30 ഡിഗ്രി. അപ്പോൾ 30 + 30 60 ഡിഗ്രി. ഇനി 3ഉം 4ഉം
30 ഡിഗ്രി തന്നെ. അപ്പോൾ ടോട്ടൽ എത്രയായി? 30 + 30 + 30 ടോട്ടൽ 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അതേപോലെ നമുക്ക് 4ഉം 8ഉം തമ്മിൽ, അതായത് ഈ ഒരു ലൈൻ സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ എത്രയുണ്ട്? ഇവിടെ ഒരു 30 30 30 30. അപ്പോൾ 4 × 30 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4 × 30 ഉള്ളതുകൊണ്ട് 4 × 30. അപ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 8ഉം 1ഉം തമ്മിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ജോയിൻ ചെയ്ത് കിട്ടിയ ഒരു ലൈനാണിത്, അല്ലെങ്കിൽ ഒരു കോഡ്. അപ്പോൾ ആ ഒരു കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. 1 2 3 4 5 5 × 30 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30 × 5 150 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം ഈ ഒരു ട്രയാങ്കിൾ സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന എല്ലാ സെൻട്രൽ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഓരോ ആംഗിൾസാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോഡ് എടുക്കാം. ഇത് 90 ഡിഗ്രിയാണ്, അല്ലേ? അതായത് ഈ ഒരു 1ഉം 4 അല്ലെങ്കിൽ BC നമ്മളിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BC എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BC എന്ന കോഡ് ഈ ഒരു പോയിൻ്റായിട്ട്, A എന്ന പോയിൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 90 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ A എന്നത് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ ബാക്കി 2 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് AB എന്ന കോഡ് എടുക്കാം. അപ്പോൾ AB എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AB എന്ന കോഡ് C എന്ന പോയിൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ C എത്രയായിരിക്കും? 120യുടെ ഹാഫ്. അപ്പോൾ അതായത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ C = 60 ഡിഗ്രി. ഇനി നെക്സ്റ്റ് നമുക്ക് AC എന്ന കോഡ് എടുക്കാം. അപ്പോൾ AC എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 150 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AC എന്ന കോഡ് B എന്ന പോയിൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 150 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും, അതായത് 75 ഡിഗ്രി. നമുക്ക് എഴുതാം ആംഗിൾ B = 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്, അതായത് നമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എത്ര രീതിയിൽ നമുക്ക് മേക്ക് ചെയ്യാം എന്നാണ്, അല്ലേ? അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 3 സൈഡ്സും ഈക്വൽ ആണ്. 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി, അല്ലേ? ബിക്കോസ് 3 ആംഗിൾസിൻ്റെയും സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 / 3. അപ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി വരണമെങ്കിൽ ഇപ്പോൾ ഇവിടെ മേക്ക് ചെയ്ത ട്രയാങ്കിൾ പോലെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിൽ ജോയിൻ ചെയ്താൽ 3 ആംഗിളും 60 ഡിഗ്രി വരും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൽ ഓൾറെഡി ഈ ഒരു C എന്ന ആംഗിൾ 60 ഡിഗ്രി വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു C ആംഗിൾ 60 ഡിഗ്രി എങ്ങനെയാണ് വന്നത്? ഈ ഒരു ആംഗിൾ, അതായത് AB എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 120 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ AB എന്ന കോഡ് C എന്ന പോയിൻ്റായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി, അല്ലേ? അപ്പോൾ ഇവിടെ 120 ഡിഗ്രി വന്നത് എങ്ങനെയാണ്? ഇവിടെ 4ഉം 8ഉം തമ്മിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ഇവിടെ 120 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് എടുത്തു? ഇവിടെ 1 2 3 4 ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അല്ലേ? 4 ഡിസ്റ്റൻസ് എടുത്തപ്പോഴാണ് നമുക്കിവിടെ 120 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി കിട്ടിയത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ടൈംസ് ഡിസ്റ്റൻസ് എടുത്ത് നമുക്ക് ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം? നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1 എന്നത് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് എവിടെ വരും? ഇവിടെ 1 2 3 4 നെക്സ്റ്റ് 5ൽ വരണം, അല്ലേ? അപ്പോൾ 1ഉം 5ഉം ഇനി അടുത്ത പോയിന്റ് എവിടെ വരും? 1 2 3
4 9ൽ വരും. അപ്പോൾ 1 5 9. അപ്പോൾ ഈ 1 5 9 3 നമ്പേഴ്സ് മേക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. Next question. A rod bent into an angle is placed with its corner at the center of a circle and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇങ്ങനെ 2 പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് ഒരു റോഡ് ബെൻഡ് ചെയ്ത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചു. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചു. അപ്പോൾ സർക്കിളിൻ്റെ 1/10 പാർട്ട് ഈ ഒരു റോഡ് കവർ ചെയ്തു അല്ലേ. ഇനി അതേ സെയിം റോഡ് തന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വേറൊരു സർക്കിളിൽ എടുത്ത് വെക്കുകയാണ്. പക്ഷെ എവിടെയാണ് വെക്കുന്നത്? സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ എത്ര പാർട്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പിക്ചർ നോക്കാം. ഈ ഒരു പിക്ചറിൽ ഇവിടെ 1/10 പാർട്ടാണ് കവർ ചെയ്തേക്കണേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ സം ഓഫ് സെൻട്രൽ ആംഗിൾസ് 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇത് മാത്രം എത്ര ഡിഗ്രി ആയിരിക്കും? അതായത് 360 ഡിഗ്രിയുടെ 1/10 പാർട്ടാണ് ഇത് കവർ ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ 1/10 എത്ര കിട്ടും? 36 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 36 ഡിഗ്രിയാണ് ഈ ഒരു റോഡ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ. അപ്പോൾ ഇത് 36 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ ഒരു റോഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്ത് വെക്കുന്നത് അല്ലേ, വേറൊരു സർക്കിളിൽ. പക്ഷേ ഈ ഒരു പോയിന്റിലാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ആംഗിൾ മാറില്ല അല്ലേ, സെയിം ആംഗിൾ തന്നെയായിരിക്കും. ഈ റോഡ് അങ്ങനെ ഇങ്ങനെ കൊണ്ടെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു ആംഗിൾ ഒരിക്കലും മാറില്ല. അപ്പോൾ ഇത് 36 ഡിഗ്രി തന്നെയാണ്. ഇനി ഇത് എത്ര പാർട്ടാണ് ഇത് കവർ ചെയ്തേക്കണത് എന്നാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റോഡ് സെൻറ്ററായിട്ട്, ഇപ്പം ഇതാണ് സെൻറ്റർ, ഈ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്നത് എത്ര ആംഗിൾ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു റോഡ് ഇവിടെ 36 ഡിഗ്രിയാണ്. ഇനി ഈ ഒരു റോഡ് ഈ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. ഇവിടെ 36 ഡിഗ്രി ആണെങ്കിൽ ഈ റോഡിൻ്റെ ഈ 2 അറ്റങ്ങൾ, അതായത് ഈ 2 പോയിൻറ്റ്സ് ഈ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 36 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 36 × 2 = 72 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ 72 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ഒരു റോഡ് ഈ ഒരു സർക്കിളിനെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്നത് 72 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ടോട്ടൽ 360 ഡിഗ്രിയുടെ എത്രയോ ഒരു പാർട്ട് കവർ ചെയ്തപ്പോഴാണ് 72 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ എത്ര പാർട്ടാണ് കവർ ചെയ്തത് നമുക്ക് അറിയില്ല. അപ്പോൾ അതിന് നമുക്ക് x എന്ന് എടുക്കാം. അപ്പോൾ 360 ഡിഗ്രിയുടെ എത്രയോ ഒരു പാർട്ട് ആണ് 72 ഡിഗ്രി അല്ലേ. 360 ഡിഗ്രി ആംഗിളിൻ്റെ എത്രയോ പാർട്ടാണ് ഈ ഒരു റോഡിൻ്റെ ഇത്രയോ പാർട്ട്. പക്ഷേ അത് സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 72 ഡിഗ്രിയാണ്. നമ്മൾ ഇവിടെ എടുത്ത പോലെ തന്നെ 360 ഡിഗ്രിയുടെ 1/10 പാർട്ടാണ് 36 ഡിഗ്രി. അപ്പോൾ 36 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ അറിയാം, അതായത് 72 ഡിഗ്രി അറിയാം. പക്ഷേ ഇത്ര പാർട്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ 360 × x = 72 ഡിഗ്രി. ഇനി x = 72 ഡിവൈഡഡ് ബൈ 360 = 1/5. 1/5 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പാർട്ട് എത്രയാണ്? ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 1/5 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ O is the center of the circle and A, B, C are points on it. Prove that angle OAC plus angle ABC = 90 degree. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന പിക്ചർ. ഇതിൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ആംഗിളിനെ x ഡിഗ്രി എന്ന് എടുക്കാം. അതായത് ആംഗിൾ ABC = x ഡിഗ്രി എന്നെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOC എത്ര ഡിഗ്രി ആയിരിക്കും? അതായത് ഇപ്പോൾ ഈ ഒരു ഓയും സിയും ലൈൻ ജോയിൻ ചെയ്ത് വരച്ചാൽ
ഈ ഒരു ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 2x ഡിഗ്രി ആയിരിക്കും. അതായത് എ സി എന്ന കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ആയിട്ട് മേക്ക് ചെയ്ത് കിട്ടുന്ന ആംഗിളാണ് ഇത്. അപ്പോൾ അതിനെ എക്സ് ഡിഗ്രി എന്ന് എടുത്താൽ ആ എ സി എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. അപ്പോൾ എ ഒ സി എന്നത് 2x ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ഒ എ സി, ഈ ഒരു ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഒ എയും ഒ സിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? ട്രയാങ്കിൾ ഒ എ സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ ഒ സി എയും ആംഗിൾ സി എ ഒയും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും എത്രയായിരിക്കും? നമുക്ക് 180യിൽ നിന്ന് ഈ 2x മൈനസ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ കിട്ടാൻ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഒ എ സി, അതായത് ഈ ഒരു ആംഗിൾ ഒ എ സി, ഈ ഒരു ആംഗിൾ കിട്ടാൻ 180യിൽ നിന്ന് 2x മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആംഗിളിൻ്റെ ഹാഫ് എടുക്കാം. അപ്പോൾ 180യിൽ നിന്ന് 2x മൈനസ് ചെയ്താൽ ഈ ഒരു ആംഗിളിൻ്റെയും ഈ ഒരു ആംഗിളിൻ്റെയും സമ്മ് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം കിട്ടാനായിട്ട് ആ കിട്ടുന്ന ആംഗിളിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതായത് 180യിൽ നിന്ന് 2x മൈനസ് ചെയ്തു, എന്നിട്ട് കിട്ടുന്ന ആംഗിളിൻ്റെ ഹാഫ് എടുത്തു. അപ്പം ആംഗിൾ ഒ എ സി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിവൈഡഡ് ബൈ 2നെ സ്പ്ലിറ്റ് ചെയ്ത് 180/2 മൈനസ് 2x/2 എന്ന് എഴുതാം അല്ലേ? ഈ 2നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ 180/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. മൈനസ് 2x/2, ഈ 2ഉം ഈ 2ഉം ക്യാൻസലായി. അപ്പോൾ 90 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ഒ എ സി 90 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആഡ് ചെയ്ത് നോക്കുമ്പം 90 ഡിഗ്രി കിട്ടണം അല്ല? അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്ര വരും? ആംഗിൾ ഒ എ സി 90 മൈനസ് എക്സ് ആണ് അല്ലേ? 90 മൈനസ് എക്സ് പ്ലസ് ആംഗിൾ എ ബി സി എത്രയാണ്? നമ്മളിവിടെ ഓൾറെഡി എക്സ് ഡിഗ്രി എന്നാണ് എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ പ്ലസ് എക്സ് ഡിഗ്രി. അപ്പോൾ ഇതിൽ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായി. ബാക്കി എത്ര കിട്ടി? 90 ഡിഗ്രി. Next question. In each problem below, draw a circle and a chord to divide it into two parts such that the parts are as specified. First one, all angles on one part 80 degree. അപ്പം ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു കോഡ് വരയ്ക്കണം. ആ കോഡ് സർക്കിളിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റേഡിയസ് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. ഒരു റേഡിയസ് വെച്ച് സർക്കിൾ വരച്ചു. ഇനി നമുക്ക് സർക്കിളിൽ എവിടെയെങ്കിലുമായിട്ട് ഒരു റേഡിയസ് വരയ്ക്കാം. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എവിടെയെങ്കിലുമായിട്ട് ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി 80 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും 80 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ 80 ഡിഗ്രി വരാനായിട്ട് സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 160 ഡിഗ്രി വരണം അല്ലേ? നമ്മൾ പഠിച്ച പോലെ ഈ ഒരു കോഡ് വരച്ചാൽ ആ കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ആ കോഡ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പം ഇവിടുന്ന് 160 ഡിഗ്രി മാർക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് റേഡിയസ് വരയ്ക്കാം. ഇതാണ് 160 ഡിഗ്രി. അപ്പം ഈ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ സർക്കിളിൻ്റെ കോഡ് കിട്ടി അല്ലേ? സർക്കിളിൻ്റെ കോഡ് കിട്ടി. ഇനി ഈ കോഡ് ഈ ഒരു പാർട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ ഈ 160 ഡിഗ്രിയുടെ ഹാഫ് ആംഗിൾ ആയിരിക്കും കിട്ടാം. നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് 80 ഡിഗ്രി.
Next question, all angles on one part 110 degree. അപ്പം again നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് വെച്ച് ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി എവിടെയെങ്കിലുമായിട്ട് ഒരു റേഡിയസും വരയ്ക്കാം. ഇനി 110 ഡിഗ്രി കിട്ടാനായിട്ട് സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രിയുടെ ഡബിൾ എടുക്കണം, അതായത് 220 ഡിഗ്രി എടുക്കണം. അപ്പം ഈ റേഡിയസിൽ നിന്ന് ഇവിടെ നിന്ന് പ്രൊട്രാക്ടറിൽ 220 ഡിഗ്രി മെഷർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് റേഡിയസ് വരയ്ക്കാൻ. പക്ഷേ നമ്മുടെ പ്രൊട്രാക്ടറിൽ 220 ഡിഗ്രി ഇല്ല, 180 ഡിഗ്രി വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം 360 ഡിഗ്രിയാണ് ടോട്ടൽ ഒരു സെൻറ്ററിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. നമുക്ക് വേണ്ടത് 220 ഡിഗ്രിയാണ്. അപ്പോൾ 220 ഡിഗ്രി മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് 360 ഡിഗ്രിയിൽ നിന്ന് ബാക്കി 220 ഡിഗ്രി മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും, 140 ഡിഗ്രി. അപ്പം ഈ പറഞ്ഞ 140 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 220 ഡിഗ്രിക്ക് പകരം 140 ഡിഗ്രി മെഷർ ചെയ്തെടുക്കാം. ഇതാണ് 140 ഡിഗ്രി. ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ ആയിരിക്കും, ഈ ഒരു ആംഗിളാണ് 220 ഡിഗ്രി അല്ലേ, ബിക്കോസ് ടോട്ടൽ 360 ഡിഗ്രി കിട്ടും. അപ്പോൾ 220 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്താൽ കോഡ് കിട്ടി. അപ്പം ഈ ഒരു സെൻട്രൽ ആംഗിളാണ് 220 ഡിഗ്രി. അപ്പോൾ ഈ പാർട്ടിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ കോഡിൻ്റെ രണ്ട് എൻഡ്സും ജോയിൻ ചെയ്താലാണ് 220 ഡിഗ്രിയുടെ ഹാഫ് ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദ ആംഗിൾസ് ഓൺ ദി അതർ. ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും നെക്സ്റ്റ് പാർട്ടിലെ ആംഗിൾസിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു പാർട്ടിലെ ആംഗിളിൽ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലെ ആംഗിൾ എത്രയായിരിക്കും, 1.5 എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഒരു പാർട്ടിലെ, ഇത് സെക്കൻഡ് പാർട്ടിലെ ആംഗിൾസ് 1.5 എക്സ്. അപ്പോൾ 1.5 എക്സിനെ നമുക്ക് 3/2 എക്സ് എന്ന് എഴുതാം അല്ലേ. 1.5ന് നമുക്ക് 3/2 എക്സ് എന്ന് എഴുതാം. ഇനി നമുക്കറിയാം രണ്ട് പാർട്സിലെയും ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. കാരണം നമ്മൾ പഠിച്ചു രണ്ട് പാർട്ടിലെ ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പം ഈ എക്സും ഈ 3/2 എക്സും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എക്സ് 1 + 3/2 = 180 ഡിഗ്രി. അപ്പോൾ എക്സ് ഇൻറ്റു 1 + 3/2 എന്ന് പറയുന്നത് 1 × 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 2 + 3 / 2 = 180 ഡിഗ്രി. അപ്പോൾ എക്സ് ഇൻറ്റു 5/2 = 180 ഡിഗ്രി. അപ്പോൾ എക്സ് എത്ര കിട്ടും, 180 × 2 / 5 = 360 / 5. അപ്പോൾ എക്സ് എത്ര കിട്ടും, 72 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ആംഗിൾ മെഷർ ചെയ്ത് കിട്ടി. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രി ആയിരിക്കും. അതായത് സർക്കിളിൻ്റെ ഒരു പാർട്ടിലെ എല്ലാ ആംഗിൾസും 72 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലെ ആംഗിൾസ് എത്രയായിരിക്കും, 180യിൽ നിന്ന് ഈ 72 മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിലെ ആംഗിൾസ് എന്ന് പറയുന്നത് 180 - 72 ഡിഗ്രി. അപ്പോൾ 108 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു റേഡിയസിൽ ഉള്ള ഒരു സർക്കിൾ വരച്ചു, ഒരു റേഡിയസ് വരച്ചു, എവിടെയെങ്കിലും ആയിട്ട് ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി 72 ഡിഗ്രി കിട്ടണമെങ്കിൽ ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കണം. അപ്പം 72 × 2 എത്രയാണ്, 144. അപ്പം 72 × 2 = 144 ഡിഗ്രി. അപ്പോൾ ഈ ഒരു റേഡിയസിൽ നിന്ന് പ്രൊട്രാക്ടറിൽ 144 ഡിഗ്രി മെഷർ ചെയ്ത് നെക്സ്റ്റ് റേഡിയസ് വരയ്ക്കാം. ഈ ഒരു ആംഗിൾ
144 ഡിഗ്രി എന്ന് കിട്ടി. ഇനി കോഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഈ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ട് ഈ കോഡിൻ്റെ രണ്ട് എൻഡ്സും ഈ ഒരു പാർട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 144 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും ഇവിടെ, അതായത് 72 ഡിഗ്രി. ഇനി അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിൽ ഈ ഒരു പാർട്ടിൽ എത്രയായിരിക്കും ആംഗിൾ? 72 ഡിഗ്രി എന്നത് 180യിൽ നിന്ന് മൈനസ് ചെയ്യുക, അതായത് 108 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ 108 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാർട്ടിലെ ആംഗിളിൻ്റെ 1.5 ടൈംസ് ആയിരിക്കണം ഈ ഒരു പാർട്ടിലെ ആംഗിൾ, അതായത് 72ൻ്റെ 1.5 ടൈംസ് ആണ് 108 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw a triangle of circumradius 3 cm and two of the angles 32.5, 37.5 ഡിഗ്രി. അപ്പം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആദ്യം വരയ്ക്കാം. അതിനുവേണ്ടി ഞാൻ 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്തു, ഒരു സർക്കിൾ വരച്ചു. ഇനി 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും വരയ്ക്കാനായിട്ട് 32.5ൻ്റെയും 37.5ൻ്റെയും ഡബിൾ എടുക്കാം. അപ്പം 32.5ൻ്റെ ഡബിൾ എന്ന് പറയുന്നത്, അപ്പം 32.5ന് നമുക്ക് 32.5 എന്ന് എഴുതാം. അപ്പം ഇതിൻ്റെ ഡബിൾ ഇൻറ്റു 2 അല്ലേ, അപ്പോൾ 65 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം 32.5ൻ്റെ ഡബിൾ 65 ഡിഗ്രി. നെക്സ്റ്റ് 37.5ൻ്റെ ഡബിൾ, അപ്പം 37.5ന് നമുക്ക് 37.5 ഇൻറ്റു 2 ഈക്വൽ ടു 75 ഡിഗ്രി എന്നും കിട്ടും. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെയും ഡബിൾ കണ്ടുപിടിച്ചു, 65 ഡിഗ്രിയും 75 ഡിഗ്രിയും. ഇനി നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എവിടെയെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് 65 ഡിഗ്രി മെഷർ ചെയ്ത് നെക്സ്റ്റ് റേഡിയസ് വരയ്ക്കാം. നെക്സ്റ്റ് റേഡിയസ് വരച്ചു. അപ്പോൾ ഈ ഒരു ആംഗിൾ 65 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ ഒരു റേഡിയസിൽ നിന്ന് 75 ഡിഗ്രി മെഷർ ചെയ്ത് നെക്സ്റ്റ് റേഡിയസ് വരയ്ക്കാം. അപ്പം ഈ ഒരു ആംഗിൾ 75 ഡിഗ്രി എന്നും കിട്ടി. ഇനി ഈ റേഡിയസിൻ്റെ ഈ ഒരു പോയിന്റും ഈ റേഡിയസിൻ്റെ ഈ ഒരു പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കോഡ് വരയ്ക്കാം. അതിനുശേഷം ഈ കോഡിൻ്റെ രണ്ട് എൻഡ്സും ഈ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC, ഈ ഒരു ട്രയാങ്കിളാണ്. ഈ ഒരു ട്രയാങ്കിളാണ് കിട്ടേണ്ട ആംഗിൾ. എങ്ങനെയാണ്? അതായത് ഈ AB എന്ന കോഡ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 75 ഡിഗ്രിയാണ് അല്ലേ. AB എന്ന കോഡിൻ്റെ A എന്ന പോയിന്റ് സെൻറ്ററായിട്ട് മേക്ക് ചെയ്തു, B എന്ന പോയിന്റും സെൻറ്ററായിട്ട് മേക്ക് ചെയ്ത് കിട്ടിയ ഈ ഒരു ആംഗിൾ 75 ഡിഗ്രിയാണ്. ഇനി ഈ AB എന്ന കോഡിൻ്റെ A എന്ന പോയിന്റ് സർക്കിളിൽ ഈ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ B എന്ന പോയിന്റും സർക്കിളിൽ ഈ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും, അതായത് 37.5. ഇനി അതേപോലെ തന്നെ BC എന്ന കോഡ് എടുക്കാം. BC എന്ന കോഡ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 65 ഡിഗ്രിയാണ്. അപ്പോൾ BC എന്ന കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്തേക്കുന്നത് എവിടെയാണ്? ഇവിടെ. അതായത് B എന്ന പോയിന്റ് ഇവിടെയും C എന്ന പോയിന്റ് ഇവിടെയും മേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മേക്ക് ചെയ്ത് കിട്ടിയ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും, അതായത് 32.5 ഡിഗ്രി. ഈ ഒരു ആംഗിൾ 32.5ഉം ഈ ഒരു ആംഗിൾ 37.5ഉം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.